ഇപ്പോൾ സഖാവ് നേരത്തെ പറഞ്ഞു അൾത്താര ബാലൻ, അതിൽ നിന്ന് യുക്തിവാദം, മാർക്സിസം ഇങ്ങനെ പടർന്നു പന്തലിക്കും. ഇപ്പോൾ താങ്കളുടെ മകൻ തന്നെ അപ്പു തന്നെ ഒരു സ്കൂളിൽ എഴുന്നേറ്റ് ഡെമോഗ്രഫിക്കൽ അവരുടെ റെക്കോർഡുകളുടെ ഭാഗമായി നിൽക്കാൻ പറഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് നിന്നു, ഹിന്ദുക്കൾ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോഴും അവൻ എഴുന്നേറ്റ് നിന്നു എന്ന് പറഞ്ഞു. കാരണം അവന് ഈ സോഷ്യോളജിക്കലി തന്നെ ഏത് മതത്തിലാണ് ഉൾപ്പെടുന്നതെന്ന് അറിയില്ല. അപ്പോഴാണ് എൻ്റെ ചോദ്യം വരുന്നത്, ഈ നവനാസ്തികതയെ സംബന്ധിച്ച് സംഘപരിവാർ പക്ഷപാതിത്വം അല്ലെങ്കിൽ അരാഷ്ട്രീയത ഇതൊക്കെ ഉണ്ടെന്ന് ആണ് പൊതുവിൽ അവർക്കെതിരെയുള്ള ആരോപണം. നവനാസ്തികതയെക്കുറിച്ചുള്ള ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം? നവനാസ്തികതയെക്കുറിച്ച് മാത്രം ചുരുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നാസ്തികത അത് ലോകത്തിലെ എല്ലാ സമൂഹങ്ങളിലും ഉണ്ടായിട്ടൊരു പാരമ്പര്യമാണ്. ഇന്ത്യൻ പാരമ്പര്യത്തിൽ ചാർവാകനുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ വളരെ ലളിതമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യുക്തിവാദിയായിരിക്കണമോ, നാസ്തികനായിരിക്കണമോ, നവനാസ്തികനായിരിക്കണമോ, വിശ്വാസിയായിരിക്കണമോ, വിശ്വാസിയാണെങ്കിൽ ഏത് മതത്തിൽ വിശ്വസിക്കണം? ഓരോ മതത്തിലും പല അവാന്തര വിഭാഗങ്ങളുമുണ്ട്. ഓർത്തഡോക്സ് ഉണ്ട്, യാക്കോബയുണ്ട്, പെന്തക്കോസ്ത് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം, ഗൗരവപൂർവ്വം പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ഒരാശയവും ഒരു വിശ്വാസ സംഹിതയും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ യുക്തി ഒന്നും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്നുള്ളതാണ്. ഇപ്പം ഞാൻ ആലോചിച്ച് ജീവിതത്തിലൂടെ വികസിപ്പിച്ചെടുത്ത എൻ്റെ ഒരു വിശ്വാസ സംഹിത ആരെങ്കിലും ബലം പ്രയോഗിച്ചാൽ ഞാൻ ഉപേക്ഷിക്കുമോ? ചിലപ്പം എനിക്ക് ഒരു നിവൃത്തിയില്ല, എൻ്റെ കൈയും കാലും കെട്ടിയിട്ട് നീ ഇത് പറഞ്ഞേ പറ്റൂ. ഇപ്പം ഗലീലിയോട് അങ്ങനെ പറഞ്ഞു. പിന്നെ പ്രപഞ്ചകേന്ദ്രത്തെക്കുറിച്ചെല്ലാം ഉള്ള ശാസ്ത്രീയ സങ്കല്പം ഗലീലിയോ പറഞ്ഞത് തള്ളിക്കളഞ്ഞിട്ട് സഭ പറഞ്ഞത് ഗലീലിയോ ഏറ്റുപറയണം എന്ന് പറഞ്ഞപ്പോൾ ഗലീലിയോ ഉറക്കെ സഭ പറഞ്ഞത് പറഞ്ഞു. എന്നിട്ട് മനസ്സിൽ ഇപ്പോഴും ഭൂമി സൂര്യനെ ചുറ്റും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് പോലെ ഇപ്പം മാർക്സിസ്റ്റ് വിശ്വാസ സംഹിതയും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. എല്ലാവരും മാർക്സിസ്റ്റ് ദർശനം സ്വീകരിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. ലോകം മുഴുവൻ സ്വീകരിക്കണമെന്നാണ്. പക്ഷേ ഒരാളെങ്കിലും അതിനെ വിമർശിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾക്ക് വിമർശിക്കാനുള്ള അവകാശവും കൊടുക്കണം. നവനാസ്തികരും യുക്തിവാദികളും അംഗീകരിക്കാത്തത് യുക്തിവാദ പ്രവർത്തനത്തിലൂടെ, നാസ്തികതയുടെ പ്രചരണത്തിലൂടെ, നവനാസ്തികയുടെ പ്രചരണത്തിലൂടെ, അത് പലപ്പോഴും RSSന് സഹായകമായി തീരുന്നുണ്ട് തുടങ്ങിയ അതിൻ്റെ ചില വലിയ വക്താക്കൾ അവരുടെ ഈ പെന്തക്കോസ്തുകാർ വലിയ സമ്മേളനം നടത്തുന്ന പോലെ ടിക്കറ്റൊക്കെ വെച്ച് സമ്മേളനം നടത്തി അതിനൊരു വ്യവസായമാക്കി മാറ്റുന്നുണ്ടെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പോട്ടെ, അത് മറ്റൊരു വിഷയം. പക്ഷെ ഒരു തരത്തിലുള്ള വിശ്വാസവും ബലപ്രയോഗത്തിലൂടെ ഒരാളിൽ പ്രാബല്യത്തിലാക്കാൻ കഴിയില്ല, ഒരു സമൂഹത്തിലും പ്രാബല്യത്തിലാക്കാൻ കഴിയില്ല. ഇവിടെ ഇപ്പം പൂർത്തീകരിച്ച് 24ാം പാർട്ടി കോൺഗ്രസ് വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടെടുത്തിട്ടുണ്ട്. മുമ്പ് അത്തരം നിലപാടുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സമൂഹത്തിലെ വ്യത്യസ്ത മതങ്ങളിലും മറ്റും വിശ്വസിക്കുന്നവരെ പാർട്ടി വിശ്വാസത്തോട് ആദരം പാലിച്ചുകൊണ്ട് അവരെ സമീപിച്ച് അവരെ വർഗീയതയുടെ വക്താക്കളാക്കി മാറ്റാൻ അനുവദിക്കാതിരിക്കണം. മറ്റൊരു ഭാഷ പറഞ്ഞാൽ, വർഗീയതയ്ക്കും മതമൗലികവാദത്തിനുമെതിരായ സമരത്തിൽ വിശ്വാസികളെ ചേർത്ത് പിടിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടായിട്ട് ഈ പാർട്ടി കോൺഗ്രസ്സിൽ പറഞ്ഞിട്ടുണ്ട്. യുക്തിവാദികൾ ഉടനെ ഇതിനോട് പിണങ്ങും. ഈ നാസ്തികതയുടെ പ്രചാരകരായി മാറേണ്ടവർ എങ്ങനെയാണ് വിശ്വാസികളെ കൂടെ നിർത്തുക? വിശ്വാസികളെ വർഗീയവാദികൾക്ക് വിട്ടുകൊടുക്കണമെന്നാണോ ഇവർ പറയുന്നത്? ഇപ്പം നമ്മുടെ അടിയന്തരമായ കടമ മതത്തെ ദുർവ്യാഖ്യാനിച്ച് വർഗീയതയായി, മതമൗലികവാദമായി, മതസ്പർദ്ധയായി, വർഗീയ ലഹളകളായി, വർഗീയ കൂട്ടക്കുരുതികളായി മാറ്റുകയാണ് നമ്മുടെ സമൂഹത്തിൽ. അതിനെ തടയാൻ വേണ്ടി എല്ലാവർക്കും അവരവരുടെ വിശ്വാസം ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ അവകാശമുണ്ട്. അതിനെ ഒരു മതത്തിൻ്റെ പേരിൽ മറ്റു മതവിശ്വാസത്തെ ആക്രമിച്ചുകൊണ്ട് സമൂഹത്തിൽ സംഘർഷമുണ്ടാക്കാനുള്ള സാഹചര്യമാക്കി മാറ്റിക്കൂടാ, അധപ്പതിപ്പിച്ചുകൂടാ എന്നുള്ള ഒരു തീരുമാനം പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്.